മാത്സ് മന്ത്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു റെക്റ്റാങ്കുലർ സ്പോർട്സ് ഫീൽഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒക്കെ എങ്ങനെ വേഗത്തിൽ പേന എടുക്കാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി പേന എടുക്കേണ്ടി വന്നാലും ഏറ്റവും കുറച്ച് സമയത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ള സെക്ഷൻസാണ്. ചെറിയ ചെറിയ സെക്ഷൻസ് ആയിരിക്കും. 5 ക്വസ്റ്റ്യൻ വെച്ച് ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന സീരീസാണ് നമ്മുടെ ഈ മാത്സ് മന്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെക്റ്റാങ്കുലർ സ്പോർട്സ് ഫീൽഡിന് ഡയമെൻഷൻ ഉണ്ട്. ലെങ്തും വിഡ്ത്തിൻ്റെയും കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു 150 120 വേണ്ട. 0.8 ഇൻക്രീസ്, 0.5 ഡിക്രീസ്, a+b+ab/100 റെഡ്യൂസ് ആവേണ്ട അവിടെ -0.5 വരും. അപ്പോൾ ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കയറി കണ്ടൻറ്റ് കാണണം. ഓക്കെ, 0.8 -0.5 0.3 വരും. പിന്നെ 0.8 × 0.5/100, അതായത് 8×5 40/100. പിന്നെ 2 പൂജ്യം ഉണ്ട്. 40/100 തന്നെ 0.4. പിന്നെ 2 പോയിൻ്റ് കൂടെ വരും, അതായത് 0.004 വരത്തുള്ളൂ. അപ്പോൾ അതായത് അതുകൊണ്ടാണ് ഓപ്ഷൻ അത് ഇങ്ങനെ തന്നിട്ടുള്ളത്. 0.3 നിന്ന് വളരെ ചെറിയൊരു വാല്യൂ കുറയ്ക്കും. അതായത് നമ്മൾ ആൻസർ എന്ത് തന്നെ വരും, 0.3 തന്നെ വരും. പിന്നെ ഒരു പേനയും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാലറിയുടെ 3 പേരുടെ സാലറി റേഷ്യോ ഉണ്ട്. ഞാൻ ഇത്രയേ ഉള്ളൂ. ഞാനത് 8, 5, 12 വായിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇഫ് ദ സാലറീസ് ആർ ഇൻക്രീസ്ഡ് ബൈ ഇങ്ങനെ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ദ റേഷ്യോ ഓഫ് ഇൻക്രീസ്ഡ് സാലറി. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 10% ഇൻക്രീസ് ചെയ്യുന്നു. 8ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 0.8. അപ്പോൾ 8ഉം 0.8 കൂടി 88 ആവും. 8.8 ആവും എന്ന് പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ എയും സിയും അല്ല, ഓപ്ഷൻ 2, 4 ഉള്ളൂ. അങ്ങനെ 2 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ പോരെ. ഓക്കെ, ഏതാ 5ൻ്റെ 20% കൂടി. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 5 1/5 കൂടി 6 ആയി. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തിനകത്ത് എന്തുണ്ട്, 3 ഉണ്ട്. അപ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് 88.8 അത് 3 ഇല്ല. രണ്ടാമത്തെ 3 വന്നേ പറ്റും. അപ്പം രണ്ടാമത്തിനകത്ത് 3 വരുന്നത് 11, 25 എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിളാണോ അല്ല. അപ്പോൾ ആദ്യത്തിനകത്ത് 11 മുതൽ രണ്ടാമത്തിനകത്ത് 3 ഉണ്ട്. ഇതുണ്ട് ഓപ്ഷൻ 4. പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, എൻ്റെ സ്റ്റുഡൻസ് ഇങ്ങനെ തന്നെ ചെയ്യണം. എ മാൻ മൾട്ടിപ്ലൈഡ് നമ്പർ ഇങ്ങനെ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റെഡ് ഓഫ് അതായത് കറക്റ്റ് വാല്യൂ എത്രയാണോ 5/8 കൊണ്ട് ഗുണിക്കുന്നിടത്ത് 8/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5/8 8/5, അതായത് 5/8 ആദ്യം എഴുതണം, കറക്റ്റ് റോങ്. അപ്പോൾ കറക്റ്റ് 5/8 ആയിരുന്നെങ്കിൽ റോങ് 8/5 ആണ്. അതിന് റേഷ്യോ എടുക്കണം. റേഷ്യോ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ആദ്യം തന്നെ 5 കൊണ്ട് ഗുണിക്കണം. 5 കൊണ്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 25 അല്ലേ, 5/8 ആദ്യം എഴുതി, 8/5 രണ്ടാമത് എഴുതി. അപ്പോൾ 5 × 5 25, 8 × 8 64. 25 ആയിരുന്നെങ്കിൽ 64 വേണ്ടത്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5ൻ്റെ 8ൻ്റെയും LCM 40 ആണ്. അപ്പോൾ 40 കൊണ്ട് മേളിൽ അപ്പുറത്തും ഇപ്പുറത്തും ഗുണിച്ചാൽ മതി. ഇപ്പോൾ 40 ഗുണിക്കുമ്പോൾ ആദ്യം 25 വരും, മറ്റേ 67 വരും. 25 കിടക്കേണ്ട സാധനം എന്ത് വന്നു, കറക്റ്റ് 25 വേണ്ടത് 64 വന്നു. എത്രയാണ് കൂടിയത് നോക്കണം. ഇപ്പോൾ 25ൻ്റെ കൂടെ എത്ര കൂടിയത്, 25 കൂടെ ആയിരുന്നെങ്കിൽ 100%. അപ്പോൾ 100% കൂടുതലാണ്. പിന്നെ 50 പിന്നെ 14 എന്ന് പറഞ്ഞാൽ 25ൻ്റെ എത്ര ശതമാനം, 14 എന്ന് പറഞ്ഞാൽ 25ൻ്റെ 10% 12. 10% 12. പിന്നെ 1.5 കൂടെ ഉള്ളത്. 1.5 എന്ന് പറഞ്ഞാൽ 25ൻ്റെ 10% 2.5 ആണ്. അപ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ 10ലും കുറവാണ്. അതായത് 100%, പിന്നെ 150%, 150-നേക്കായും 10% കുറവ് 156. പറഞ്ഞ് മനസ്സിലായോ? ഇങ്ങനെയാണ് പേന എടുക്കാൻ ചെയ്യുന്നത്. ഇനി ഇത് മനസ്സിലാവാത്തവർക്ക് ചിലപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾക്കൊരു ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. 25 എന്നുള്ളത് 64 ആയത്, എത്രയാണ് കൂടിയത്, എത്ര കൂടിയത്, അങ്ങനെ ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. 25 കൂടെ കൂടിക്കഴിഞ്ഞാൽ എത്രയായി, 50 ഇവിടെ 50. ഇപ്പോൾ 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100%. 25ൻ്റെ 100%ആണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ 50 വരെയായപ്പോൾ 100% കൂടി. ബാക്കി 14 ഉള്ളത്. 14-നകത്ത് 25ൻ്റെ പകുതി 12. അപ്പോൾ പകുതി എന്ന് പറഞ്ഞാൽ 50%. അപ്പോൾ 100ഉം 62.5 എത്രയായി, 150% ആയി. ബാക്കി 1.5 ഉള്ളത്. 1.5 എന്ന് പറഞ്ഞാൽ 25ൻ്റെ 10% 2.5. അപ്പോൾ 10% കൂടുതലില്ല. അതായത് 150ഉം പിന്നെ 10% പോലും ഇല്ല. അപ്പോൾ 150-നും 160-നും ഇടയ്ക്കായിരിക്കും ആൻസർ. പക്ഷേ ഈ കാര്യം എന്ത് വേണ്ട, പേന എടുക്കാതെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സീരീസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ലോങ് ആയിട്ട് ക്ലാസ് ഇടുന്ന ചാനലുകളോ അല്ലെങ്കിൽ നമ്മുടെ ചാനലായിക്കോട്ടെ, ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സീരീസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. 5 ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ കേട്ടോ ഈ ഒരു സീരീസിൽ, ഒരു ക്ലാസ്സിൽ. ഇപ്പോൾ കറണ്ട് പോപ്പുലേഷൻ എന്താണ്, ഇത്രയാണ്. ഇൻക്രീസസ് ബൈ ഇത്രയും, ഡിക്രീസ് ബൈ ഇത്രയും. ആഫ്റ്റർ 2 years ആണ് വരുന്നത്. അപ്പോൾ ഇൻക്രീസസ് ബൈ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എന്താ, 11/10 കൊണ്ടാണ് ഗുണിക്കുന്നത്, 110%. ഡിക്രീസ് ബൈ 5% എന്ന് പറഞ്ഞാൽ 5% 1/20 ആണ്, 19/20 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിനെ 11ഉം 19/100, ബാക്കിയെല്ലാം ഇതായിരിക്കും. അപ്പോൾ 11ൻ്റെയും 19ൻ്റെയും മൾട്ടിപ്ലൈ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 11ൻ്റെ 19 മൾട്ടിപ്ലൈ നമുക്ക് എന്ത് ചെയ്യാം, 11ൻ്റെ മൾട്ടിപ്ലൈ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 0, 7, 6, 1, 7 11ൻ്റെ മൾട്ടിപ്ലാണ്. ഇത് നോക്ക് 5, 11, ഇത് 8 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 69 ഒരിക്കലും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തത് 1, 8 ഇവിടെയും
8 വരുന്നത്. അപ്പോൾ ഇത് 11 ഓപ്ഷൻ എ മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് എങ്ങനെ ചെയ്യേണ്ട, കുറേ മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. 10% കുറഞ്ഞു 10, 9, 20% കുറഞ്ഞു 20, 19. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വഴിയെന്ന്. പക്ഷെ അല്ല, നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന വഴി മാത്രം വിചാരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്സിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ മെത്തേഡിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അതേ മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നല്ല. ആരും നിങ്ങളുടെ പേപ്പർ ഒന്നും നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണോ ആൻസർ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതെപ്പോഴും ആ ബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കമ്പനിയിൽ 60% ഫീമെയിലാണ്, റിമൈനിങ് മെയിലാണ്. 15% സിറ്റി ആർ, നമ്പർ ഓഫ് മെയിൽസ് ഹു ആർ ഫ്രം സിറ്റി ആർ, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. മെയിൽസ് ഹു ആർ നോട്ട് ഫ്രം സിറ്റി ആർ. അപ്പോൾ ഇത് നമുക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇമ്പോസിബിൾ ആണ്. ചുമ്മാ പേന എടുക്കാൻ അത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ആലോചിച്ച് വെക്കുന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി തന്നെ ചെയ്യാം. ടോട്ടൽ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് 60, ഏറ്റവും കുറച്ച് എഴുതാം. കുറച്ച് എഴുതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല, മാത്സ് മന്ത്രയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് എഴുതി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 100 പേരുണ്ടെങ്കിൽ 60% ഫീമെയിലാണ്, റെസ്റ്റ് മെയിലാണ്. അപ്പോൾ 60 ഫീമെയിൽ ഉണ്ടെങ്കിൽ 40 മെയിലുണ്ട്. 15% ഫീമെയിൽസ് ആർ ഫ്രം സിറ്റി ആർ. അപ്പോൾ സിറ്റി ആറിൽ നിന്നുള്ള ഫീമെയിൽസ് എത്ര ഉണ്ട്, അത് നമ്മൾ എഴുതുന്നത്. 60-ൻ്റെ 15% എന്ന് പറഞ്ഞാൽ 60-ൻ്റെ 10% 6, 5% 3, അങ്ങനെ 9 ഫീമെയിൽ എന്നാണ്, 6 എന്നാണ്. നമ്പർ ഓഫ് മെയിൽസ് ഹു ആർ ഫ്രം സിറ്റി ആർ. കാര്യം ഈ 60% ഫീമെയിൽ എന്നുള്ളത് ബാക്കി 40 മെയിൽ എന്നുള്ളത് നമ്മുടെ മൈൻഡ്, നമ്മുടെ മുമ്പിൽ തന്നെ കിടപ്പുണ്ട്. 100 ആണെങ്കിൽ 60 ആണ്, അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് മെയിൽസ് ഹു ആർ ഫ്രം സിറ്റി ആർ ഈസ് ഈക്വൽ ടു 16% ഓഫ് ടോട്ടൽ എംപ്ലോയീസ്. ടോട്ടൽ എംപ്ലോയീസ് 100 ആണെങ്കിൽ അതിൻ്റെ 16% 16 ആണ്. അപ്പോൾ 16 ആണ് നമ്പർ ഓഫ് മെയിൽസ് ഹു ആർ ഫ്രം സിറ്റി ആർ. അപ്പോൾ 16 പേരെന്താണ്, മെയിൽസ് ഫ്രം സിറ്റി ആർ ആണ്. ഇത് എഴുതേണ്ട ആവശ്യമില്ല. മെയിൽസ് ഹു ആർ നോട്ട് ഫ്രം സിറ്റി ആർ, അപ്പോൾ അത് നമുക്ക് എഴുതാം. 16 പേരെന്താണ്, സിറ്റി ആറിൽ നിന്നാണെങ്കിൽ ടോട്ടൽ 40 പേരാണ് എവിടെ നിന്നുള്ളത്, സിറ്റി ആറി അല്ല മെയിലുള്ളത്. അതിനകത്ത് 16 പേര് സിറ്റി ആറിൽ നിന്നാണെങ്കിൽ ബാക്കി 24 പേര് സിറ്റി ആറിൽ നിന്നല്ല. അപ്പോൾ അവർ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദോസ് ഫീമെയിൽസ് ഹു ആർ നോട്ട് ഫ്രം ഹു ആർ ഫ്രം സിറ്റി ആർ. അപ്പോൾ 24 എന്ന് പറയുന്നത് ഫ്രം സിറ്റി ആർ എന്ന് പറഞ്ഞാൽ 9-ൻ്റെ 24 9-ൻ്റെ എത്ര ശതമാനം നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെട്ടുമ്പോൾ 8/3 കിട്ടും. 8/3 എന്ന് പറയുമ്പോൾ 2.66, അതായത് 266.66%. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് വായിക്കേണ്ട രീതി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഇന്നത്തെ സ്പീഡ് മന്ത്രയുടെ എന്ത് ചെയ്തു, ഈ മാത്സ് മന്ത്രയുടെ 5 ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബാക്കി ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ചാനലിലെ കണ്ടൻറ്റ് ആദ്യം മുതൽ ഫോളോ ചെയ്യുക. എന്തൊക്കെ പഠിക്കണം, എന്താ ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഡൗട്ടൊക്കെ കമൻറ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് മസ്റ്റായിട്ടും കമൻറ്റായിട്ട് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.